Hello dear students, welcome to Mathroon. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 5th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള കോംപ്ലക്സ് അനാലിസിസിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മുമ്പത്തെ വീഡിയോയിൽ കോംപ്ലക്സ് അനാലിസിസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം 5th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Define a complex function f from d to c. D യിൽ നിന്ന് c ലേക്കുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. Give an example of a complex function. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ നമ്മൾ എഴുതുക. അതേപോലെ ഐഡന്റിഫൈ ഇറ്റ്സ് ഡൊമെയിൻ. നമ്മൾ എഴുതുന്ന കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഡൊമെയിൻ നമ്മൾ ഫൈൻഡ് ചെയ്യുക. നമുക്ക് ആദ്യം കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. A complex function f is a rule that assigns to each set in a subset d subset of c a unique complex number w equal to f of z belongs to c. We write f from d to c. നമ്മുടെ കയ്യിൽ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് d ഉണ്ട്. d യിൽ നിന്ന് c ലേക്ക് നമ്മളൊരു റൂള് ഡിഫൈൻ ചെയ്യാണ്. ആ റൂളിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് f എന്നാണ്. എന്താണ് ഈ റൂളിന്റെ പ്രത്യേകത? d യിലുള്ള ഏത് കോംപ്ലക്സ് നമ്പർ z എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിയിൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള w എന്നുള്ള കോംപ്ലക്സ് നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ w നമ്മൾ എങ്ങനെ എഴുതുന്നത്? f of z. ഓക്കെ, ഈ ഒരു റൂളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. f of z is equal to z square minus 2z plus 3. ഇതൊരു റൂളാണ്. ഓക്കെ, നോക്കൂ, ഇവിടുത്തെ ഡൊമെയിൻ ആരാണ്? എൻറ്റയർ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടാണ്? കോംപ്ലക്സ് നമ്പേഴ്സ് നിന്ന് കോംപ്ലക്സ് നമ്പേഴ്സിലേക്കാണ് നമ്മുടെ ഫംഗ്ഷന്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? f of z is equal to z square minus 2z plus 3. സിമ്പിൾ ആയിട്ടുള്ള ഇതിന്റെ മീനിങ് എന്താണ്? നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന് ഒരു സെറ്റിന് ഫംഗ്ഷനിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്താണ് കിട്ടുക? z square minus 2z plus 3 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ z 1 plus i എന്നുള്ള കോംപ്ലക്സ് നമ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് 1 plus i കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്തായിരിക്കും കിട്ടുന്നത്? z സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 plus i ന്റെ സ്ക്വയർ. ഓക്കെ, മൈനസ് 2 into z എന്ന് പറയുമ്പോൾ മൈനസ് 2 into 1 plus i. ഓക്കെ, പ്ലസ് 3 അതേപോലെ എഴുതി. ഇത് നമ്മൾ 1 plus i ഹോൾ സ്ക്വയറിനെ a plus b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 2i എന്ന് കിട്ടും. ഓക്കെ, പിന്നെ മൈനസ് 2 into 1 മൈനസ് 2, അതേപോലെ മൈനസ് 2 into i അത് മൈനസ് 2i. പിന്നെ ഇവിടെ 3 നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ 2iയും മൈനസ് 2iയും കൂടെ 0 ആയി പോകും. ഓക്കെ, അതേപോലെ ഇവിടെ മൈനസ് 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 3 മൈനസ് 2 ആണ്, നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷനിൽ ഇൻപുട്ട് ആയിട്ട് 1 plus i കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന കോംപ്ലക്സ് നമ്പർ എന്താണ്? 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 plus 0i ആണ്. അപ്പോൾ 1 എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. f of z is equal to 1 by z square plus 1. ഈ ഫംഗ്ഷന്റെ കേസിലുള്ള ഡൊമൈൻ ഇതാണ്. d equal to c minus z i, minus i. നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ 0 ആവരുത്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ 0 ആവാതിരിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സിനെ കോംപ്ലക്സ് നമ്പേഴ്സ് ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ നോക്കൂ, ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഡിനോമിനേറ്റർ നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഡിനോമിനേറ്റർ z സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 നമ്മൾ സോൾവ് ചെയ്യാം. അപ്പൊ നോക്കൂ, z സ്ക്വയർ പ്ലസ് 1 0 ആണെങ്കിൽ z സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1. നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുക? z is equal to പ്ലസ് ഓർ മൈനസ് i. അപ്പൊ നോക്കൂ, ഈ ഫംഗ്ഷനിൽ z വാല്യൂ പ്ലസ് ഐയോ മൈനസ് ഐയോ ആയി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് പ്ലസ് ഐനെ മൈനസ് ഐനെ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫംഗ്ഷൻ f of z is equal to z square plus 2z in the form u of x, y plus i into v of x, y where z is equal to x plus iy. നമുക്ക് ഇവിടെ f of z is equal to z square plus 2z എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ u of x, y plus i into v of x, y ഫോമിലേക്ക് മാറ്റി എഴുതുക. നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of z is equal to z square plus 2z ആണ്.
നമുക്കറിയാം z എന്താണ് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ z ന് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ ഇവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ z ന് നമ്മൾ ഇവിടെ എക്സ് പ്ലസ് ഐ വൈ എന്ന് റീപ്ലേസ് ചെയ്തു. ഇവിടെ z ന് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് റീപ്ലേസ് ചെയ്തു. അപ്പോൾ z സ്ക്വയർ എന്തായി എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു z എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ. ഇനി നമ്മൾ എന്ത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നോക്കൂ, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് പിന്നെ നോക്കൂ 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഐ വൈ. ഓക്കെ, പ്ലസ് പിന്നെ ഐ വൈ സ്ക്വയർ പ്ലസ് നമ്മൾ ഈ 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് പിന്നെ 2 ഇൻറ്റു ഐ വൈ 2iy. ഓക്കെ, നമ്മളത് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു ഐ വൈനെ സിമ്പിളായിട്ട് 2ixy എന്ന് എഴുതാം. ഓക്കെ, നോക്കൂ, ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. വൈൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ. അപ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു -1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് പിന്നെ ഇവിടെ 2x ഉണ്ട് പ്ലസ് 2iy ഉണ്ട്. ഓക്കെ, നോക്കൂ, നമ്മൾ ഇതിൽ ഐ ഇല്ലാത്ത ടേംസിനെ ആദ്യം ഒരുമിച്ച് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് സ്ക്വയറിൽ ഐ ഇല്ല. ഓക്കെ, അതേപോലെ ഇവിടെ ഐ ഇല്ല. ഇവിടെ നമുക്കറിയാം ഇവിടെയും ഐ ഇല്ല. ഓക്കെ, ഇത് നോക്കൂ, ഐ ഉള്ള ടേമിനൊക്കെ നമ്മൾ ഒരുമിച്ച് എഴുതാം. ഓക്കെ, ഇതിൽ ഐ ഉണ്ട്, ഈ ടേമിലും ഐ ഉണ്ട്. അപ്പം ഞാൻ ആ ഐനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഓക്കെ, പിന്നെ ഇവിടെ ഐനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ 2xy ഉണ്ട്, 2xy. പിന്നെ ഇവിടെ പ്ലസ് ഇവിടെ ഐനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ 2y ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമ്മുടെ എഫ് ഓഫ് സെറ്റ് ഈ ഫോമിലാണുള്ളത്. നോക്കൂ, ഇതിനെ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ, യു ഓഫ് എക്സ് കോമ വൈ അതാരാണ് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2x. ഓക്കെ, ഇവിടെ യു ഓഫ് എക്സ് വൈ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിൾ ഒരു ഫംഗ്ഷൻ. ഇതെന്താണ് രണ്ട് വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ്. അതുപോലെ അതാ ഇവിടെ പ്ലസ് ഐ ഉണ്ട്. നോക്കൂ, ഇവിടെ വി ഓഫ് എക്സ് വൈ ആരായിട്ട് കമ്പയർ ചെയ്യാം, ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ നോക്കൂ, 2xy പ്ലസ് 2y ആണ് എന്ത് വി ഓഫ് എക്സ് കോമ വൈ. 7th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യാം. സ്റ്റേറ്റ് ദ കണ്ടീഷൻ ഫോർ ലിമിറ്റ് z ടെൻഡ്സ് ടു z0 f of z is equal to L. f of z എന്നുള്ള ഫംഗ്ഷന്റെ z0 എന്നുള്ള പോയിന്റുള്ള ലിമിറ്റ് L ആവാനുള്ള കണ്ടീഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാം. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. The limit of f of z as z approaches z0 is L. Return limit z tends to z0 f of z is equal to L. z ന്റെ വാല്യൂ z0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ f of z എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് L ആണെന്ന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം? ഈ രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ പറയണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that 0 less than modulus of z minus z0 less than delta implies that modulus of f of z minus L less than epsilon. നമ്മൾ ഏത് പോസിറ്റീവ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു പോസിറ്റീവ് ഡെൽറ്റ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഇനി അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? നോക്കൂ, z0 സെൻറ്റർ ആയിട്ട് z0നെ റിമൂവ് ചെയ്തിട്ടുള്ള ഡെൽറ്റ റേഡിയസിലൊരു നൈബർഹുഡ് നമ്മൾ എടുക്കുക. അതിനകത്തുള്ള ഏത് പോയിന്റ്സ് z നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ സെറ്റിന്റെ ഇമേജ് എഫ് ഓഫ് സെറ്റുകൾ എന്തിനകത്തുണ്ടായിരിക്കണം? L സെൻറ്റർ ആയിട്ട് ആപ്സിലോൺ റേഡിയസിലുള്ള ഒരു നൈബർഹുഡിനകത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് ഓഫ് എന്നുള്ള ഫംഗ്ഷന്റെ z0 ഉള്ള പോയിന്റുള്ള ലിമിറ്റ് L എന്നുള്ള നമ്പർ ആണെന്ന് പറയും. 8th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ കോഷി-റീമാൻ ഇക്വേഷൻസ്. കോഷി-റീമാൻ ഇക്വേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൻ ഡസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ദം? ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എപ്പോഴാണ് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആദ്യം കോഷി-റീമാൻ ഇക്വേഷൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ്, ഇഫ് എഫ് ഓഫ് z is equal to u of x, y plus I into v of x, y is differentiable at z is equal to x plus iy, then partial derivatives of u and v must satisfy dou u by dou x equal to dou v by dou y and dou u by dou y equal to minus dou v by dou x. നമ്മുടെ കയ്യിൽ എഫ് ഓഫ് z എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ഏതാണ്? u of x, y അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് u.
ഇമാജിനറി പാർട്ട് വി ഓഫ് എക്സ് കോമ വൈ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ബി. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്താണ് z എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻസിന്റെ റിയൽ പാർട്ടിന്റെയും ഇമാജിനറി പാർട്ടിന്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, എന്ന് പറയുമ്പോൾ യുവിനെ എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും വിനെ വൈയിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. അതേപോലെ യുവിനെ വൈയിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും മൈനസ് വിനെ എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. ഈ ഇക്വേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് കോഷി-റീമാൻ ഇക്വേഷൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. നമ്മുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്. ആ കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനലിറ്റിക് ആണെങ്കിൽ ആ കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്കതിനെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ അനലിറ്റിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്. ആ കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു z0 എന്നുള്ള പോയിന്റിൽ കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും അതിന്റെ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണ്. എന്ന് പറയുമ്പോൾ ഡോ യു ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഈ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ z0 എന്ന പോയിന്റിൽ നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് കൂടെ ആയിരിക്കും. 9th question. Define the complex exponential function e raised to z and state its periodicity property. e raised to z എന്ന കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ ഈ ഫംഗ്ഷൻ പീരിയോഡിക് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. e raised to i തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് cos തീറ്റ പ്ലസ് i sin തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് e raised to z ന്റെ ഡെഫിനിഷൻ ആണ് വേണ്ടത്. നോക്കൂ, z എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് x പ്ലസ് iy എന്ന് എടുക്കാം. അപ്പോൾ നോക്കൂ, e raised to x പ്ലസ് iy. നോക്കൂ, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? e raised to x പ്ലസ് iy നെ e raised to x into e raised to iy എന്ന് എഴുതാം. ഓക്കെ, നോക്കൂ, ദിസ് ഈക്വൽ ടു e raised to x into, നോക്കൂ, e raised to iy ഇതേ ഫോമിലാണല്ലോ, e raised to i തീറ്റ ഫോമിലാണ്. അപ്പൊ ഇതിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ e raised to iy എങ്ങനെ എഴുതാം? cos y പ്ലസ് i sin y എന്ന് എഴുതാം. cos y പ്ലസ് i sin y. ഓക്കെ, അപ്പൊ e raised to z ന്റെ ഡെഫിനിഷൻ എന്താണ്? e raised to x into cos y പ്ലസ് i sin y. ഓക്കെ, നോക്കൂ, e raised to z ന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമ്മൾ e raised to x നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? e raised to x into cos y പ്ലസ് i into e raised to x sin y. ഓക്കെ, അപ്പൊ നോക്കൂ, i ഇല്ലാത്ത ഈ ടേം ആണ് നമ്മുടെ റിയൽ പാർട്ട്. ഓക്കെ, ഏതാണ് റിയൽ പാർട്ട്? e raised to x into cos y. i ഉള്ള ഈ ഭാഗം e raised to x into sin y ആണ് നമ്മുടെ ഇമാജിനറി പാർട്ട്. ഇനി നോക്കൂ, ഈ കോംപ്ലക്സ് നമ്പർ e raised to z ന്റെ മോഡുലസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. നോക്കൂ, മോഡുലസ് ഓഫ് e raised to z എന്തായിരിക്കും? നമുക്കറിയാം മോഡുലസ് ഓഫ് e raised to z എന്ന് പറയുമ്പോൾ ഇതിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇതിന്റെ മോഡുലസ് ഓഫ് e raised to x into e raised to iy. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് e raised to x into മോഡുലസ് ഓഫ് e raised to iy. ഓക്കെ, നോക്കൂ, e raised to x എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ മോഡുലസ് എടുക്കേണ്ട ആവശ്യമില്ല. e raised to x into, നോക്കൂ, മോഡുലസ് ഓഫ് e raised to iy എന്താണ്? ഈ e raised to iy എന്ന് പറയുന്നത് എന്താണ്? cos y plus i sin y ആണ്. അപ്പൊ ഇതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം റൂട്ട് ഓഫ് cos y ഹോൾ സ്ക്വയർ പ്ലസ് sin y ഹോൾ സ്ക്വയർ. ഓക്കെ, നോക്കൂ, ഈ cos y ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് cos സ്ക്വയർ y ആണ്. sin y ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് sin സ്ക്വയർ y ആണ്. നമുക്കറിയാം cos സ്ക്വയർ y പ്ലസ് sin സ്ക്വയർ y ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ റൂട്ടിനകത്ത് എന്ത് വരും? റൂട്ടിനകത്ത് നമുക്ക് 1 വരും. നമുക്കറിയാം റൂട്ട് 1 ആണ്. അപ്പോൾ 1 into e raised to x e raised to x. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ആയിട്ട് മോഡ് e raised to z e raised to x ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്. e raised to z എന്നുള്ള ഫംഗ്ഷൻ പീരിയോഡിക് ആയിരിക്കും. അതിന്റെ പീരീഡ് എന്തായിരിക്കും? 2πi ആയിരിക്കും. നമുക്കത് ചെക്ക് ചെയ്യാം. നോക്കൂ, e raised to z ന് പകരം e raised to z plus 2πi നമ്മൾ എടുക്കാം.
അപ്പോൾ നോക്കൂ ഇ റേസ് ടു സെഡ് പ്ലസ് 2πi. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു സെറ്റ് ഇൻറ്റു ഇ റേസ് ടു 2πi എന്ന് എഴുതാം. ഓക്കെ, നോക്കൂ ഇ റേസ് ടു സെറ്റ് ഇൻറ്റു നോക്കൂ ഇ റേസ് ടു 2πi എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് 2π പ്ലസ് ഐ സൈൻ 2π. ഓക്കെ, അപ്പൊ നോക്കൂ കോസ് 2πന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, സൈൻ 2πന്റെ വാല്യൂ 0 ആയി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു സെറ്റ് ഇൻറ്റു 1 പ്ലസ് 0i എന്ന് കിട്ടും. അപ്പൊ സിമ്പിൾ ആയി നമുക്ക് 1 പ്ലസ് 0i 1 എന്ന് എഴുതാം. അപ്പൊ ഇ റേസ് ടു സെറ്റ് ഇൻറ്റു 1 ഇ റേസ് ടു സെറ്റ്. അപ്പൊ നോക്കൂ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇ റേസ് ടു സെറ്റ് പ്ലസ് 2πi. നമുക്ക് കിട്ടിയത് ഇ റേസ് ടു സെറ്റ്. ഓക്കെ, അപ്പൊ നോക്കൂ ഈ സെറ്റിലേക്ക് 2πi ആഡ് ചെയ്താലും ഫംഗ്ഷനിൽ ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2πi ആണ് ഇ റേസ് ടു സെറ്റിന്റെ പീരീഡ്. 10th question. Express log of 1 plus I in terms of its real and imaginary parts using the principal value of the complex logarithm. Principal value of complex logarithm യൂസ് ചെയ്തിട്ട് log of 1 plus I നെ റിയൽ പാർട്ടിന്റെയും ഇമാജിനറി പാർട്സിന്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ ലോഗരിതത്തിന്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. log z is equal to ln mod z plus I into principal argument of z minus pi less than principal argument of z less than or equal to pi. Okay. Compute for z is equal to 1 plus I. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഏതാണ്? 1 plus I ആണ്. സോ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ ഈ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മോഡ് സെറ്റ് ഫൈൻഡ് ചെയ്യാം. നമുക്ക് മോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് 1 plus I. നമുക്കറിയാം ഇതിന്റെ മോഡുലസ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് അതിന്റെ അടുത്തുള്ള നമ്പർ 1. അപ്പോൾ 1 സ്ക്വയർ. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 2. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ് സെറ്റ് കിട്ടി, റൂട്ട് 2 ആണ്. അപ്പോൾ നോക്കൂ ln മോഡ് സെറ്റ് എന്തായിരിക്കും? ln മോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ln റൂട്ട് 2. ഓക്കെ, നമുക്ക് ln റൂട്ട് 2 എങ്ങനെ എഴുതാം? നോക്കൂ ln റൂട്ട് 2 എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്താ? 2 റൈസ് ടു 1/2 ആണല്ലോ. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/2 ln2 എന്ന് എഴുതാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് 1/2 ln2. ഇനി നോക്കൂ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് 1 plus I. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? tan ഇൻവേഴ്സ് y by x. അപ്പോൾ നോക്കൂ tan ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയി നമുക്ക് അതിനെ മറ്റൊരു രൂപത്തിൽ എഴുതാം, ആർക്ക് tan. ഓക്കെ, അപ്പോൾ നോക്കൂ ആർക്ക് tan എന്ന് പറയുമ്പോൾ tan ഇൻവേഴ്സ് y by x എന്ന് പറയുമ്പോൾ y എന്നുള്ളത് ഇമാജിനറി പാർട്ടാണ്, x എന്നുള്ളത് റിയൽ പാർട്ട്. നോക്കൂ ഇമാജിനറി പാർട്ടിന്റെ അടുത്തുള്ള നമ്പർ ശരിക്കും അവിടെ ഒന്നുമില്ലെങ്കിൽ 1 ആണ്. ഓക്കെ, ഇവിടെ റിയൽ പാർട്ട് 1 ആണ്. അപ്പൊ tan ഇൻവേഴ്സ് 1/1 എന്ന് പറയുമ്പോൾ tan ഇൻവേഴ്സ് 1. tan ഇൻവേഴ്സ് 1 നമുക്കറിയാം 5/4 ആണ്. ഓക്കെ, ഇനി നമുക്ക് ലോഗ് സെറ്റിനെ ഈ ഫോമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, സോ നോക്കൂ ലോഗ് ഓഫ് z എന്ന് പറയുമ്പോൾ 1 plus I ഇസ് ഈക്വൽ ടു ln മോഡ് z എന്ന് പറയുമ്പോൾ 1/2 ln2 1/2 ln2 പ്ലസ് I ഇൻറ്റു പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് z I ഇൻറ്റു 5/4.